നിന്റെ അപ്പൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. കാരണം നിന്റെ അപ്പന് വേറൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അപ്പൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ആ ബന്ധമൊട്ട് ഇഷ്ടമായിരുന്നില്ല. അവർ വേറെ ജാതിക്കാരായതുകൊണ്ട്. പക്ഷെ നീ ആ കൊച്ചിനെ ഒന്ന് കാണണമായിരുന്നു. നല്ല പനങ്കുല പോലത്തെ മുടിയും തൂവെള്ള കളറും. അവളെ വെച്ച് നോക്കുമ്പോഴേ ഈ ഞാനൊന്നും ഒന്നുമല്ല. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നിന്റെ അപ്പൻ കെട്ടിയതാ നിന്റെ ഈ അമ്മയെ. ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ടാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്നാ പോകെ പോകെ എനിക്ക് മനസ്സിലായി നിന്റെ അപ്പൻ്റെ മനസ്സിൽ അപ്പോഴും അവളോടാണ് സ്നേഹം. ഒരു ദിവസം അപ്പൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ അവളുടെ പടം. ഞാനതിനെപ്പറ്റി ചോദിക്കാനോ വീട്ടിൽ വഴക്കുണ്ടാക്കാനോ ഒന്നും നിന്നില്ല. എനിക്ക് പറ്റുന്ന പോലെ സ്നേഹിച്ചു നിന്റെ അപ്പനെ. പിന്നെ ഒരു ദിവസം രാവിലെ മുറ്റടിക്കുമ്പോൾ ആ ഫോട്ടോ കീറി മുറ്റത്ത് കിടക്കണ കണ്ടു. അപ്പം ഞാൻ ഓടി അകത്ത് പോയി അപ്പൻ്റെ പേഴ്സ് എടുത്ത് നോക്കി. അതിൽ അവളുടെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഫോട്ടോ ആയിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഒരു വാക്കുകൊണ്ട് പോലും ആ മനുഷ്യനെ എന്നെയോ ഞാൻ ആ മനുഷ്യനെയോ വേദനിപ്പിച്ചിട്ടില്ല. ഡാ, സ്നേഹം കൊണ്ട് നമുക്ക് ആരെയും മാറ്റിയെടുക്കാൻ പറ്റും. നമസ്കാരം, ഞാൻ റാണി ശരൺ. മഞ്ചേരിക്കാർക്ക് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു മഞ്ചേരിക്കാരി കുട്ടിയാണ്, ഒരു NSS കുട്ടിയാണ്. 85 മുതൽ 96 വരെ NSS സ്കൂളിലാണ് എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞത്. ഇപ്പം ഞാൻ മീഡിയ ഇൻഡസ്ട്രി ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. ഫിലിം ഇൻഡസ്ട്രി ആയിട്ടും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയിട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനെ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. പഴയകാല നടനും നിർമ്മാതാവുമായ മഞ്ചേരി ചന്ദ്രനാണ് എൻ്റെ അച്ഛൻ. അമ്മ ഇവിടെ നേരത്തെ SBT ആയിരുന്നു, ഇപ്പോൾ SBI ആണ് വർക്ക് ചെയ്തിരുന്നു, സത്യഭാമ. ഞാനൊരു മോളാണ്. എൻ്റെ ഹസ്ബൻഡ് ശരൺ പുതുമന. അദ്ദേഹം സിനിമ സീരിയൽ മേഖലയിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾക്കൊരു മോളാണ്, ഗൗരി ഉപാസന, കൺമണി എന്ന് വിളിക്കും. അവളിപ്പോൾ 12th ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. മോള് പഠിക്കുന്നതും അവിടെയാണ്. ഈ ഗുരുസ്മരണ എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തതിന് മിഥുനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ കാണാനും അവരിപ്പോൾ എന്ത് ചെയ്യണു, എവിടെ ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റണു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ ഓഫീസ് സ്റ്റാഫിൻ്റെ ഇത് ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ സന്തോഷം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇനി വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചു പോയവരുടെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് ആദ്യത്തെ ആളായിട്ട് വരാൻ പറ്റിയതിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഗുരുക്കന്മാരുടെയും സ്കൂളിൻ്റെയും ദൈവത്തിൻ്റെയും ഒക്കെ അനുഗ്രഹമായിട്ട് കാണുന്നു. കാലപ്പകർച്ചകൾ എത്ര കണ്ടു നാം, ആ ഗുൽമുഹർ തണലിൽ തമ്മിലൊട്ടി നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തെത്ര കാതങ്ങൾ താണ്ടി നമ്മൾ. നമ്മിലെന്നോ പടർന്ന വെള്ളിവരകൾ പ്രണയവർണ്ണങ്ങളെ തൊടാതെ കാക്കുന്നു നമ്മൾ ഓരോ ഋതുവിലും. നമ്മിലെന്നോ പടർന്ന വെള്ളിവരകൾ പ്രണയങ്ങളെ തൊടാതെ കാക്കുന്നു നമ്മൾ ഓരോ ഋതുവിലും. ഈ മിഥുൻ എന്നെ കൊണ്ട് മാറി ഓരോ പണിയെടുപ്പിക്കാട്ടോ. നേരത്തെയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ കവിത ചൊല്ലാൻ അമ്മ കവിത സെലക്ട് ചെയ്ത് തരും. അമ്മ നന്നായിട്ട് കവിത അമ്മ എഴുതുമായിരുന്നു കേട്ടോ, എഴുതും വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ പിന്നെ എവിടെ കൊണ്ട് കളഞ്ഞതാണ്. അപ്പോൾ അമ്മ എന്നെ കവിതയൊക്കെ ചൊല്ലി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴുതുന്ന വരികൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരാളെന്നോട് ചോദിച്ചാൽ എനിക്കത് പറയാനോ ചൊല്ലാനോ ഒന്നും അറിയില്ല. അപ്പം പാടാൻ പറഞ്ഞു മിഥുൻ. ഇനി പാടും കൂടി ചെയ്താൽ പിന്നെ ഉള്ള ആലുമിനി ഗ്രൂപ്പ് തന്നെ പിരിഞ്ഞു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ത്രോട്ട് ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ഇത് തന്നെ മഹാലമ്പായിരുന്നു എന്നറിയാം. ഞാൻ മിഥുൻ്റെ നിർബന്ധം കൊണ്ട് പിന്നെ നിങ്ങളൊക്കെ ആണല്ലോ, നമ്മൾ കൂട്ടുകാരൊക്കെ ആയതുകൊണ്ട് സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഗുരുക്കന്മാരും കൂട്ടുകാരൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അത് എൻ്റെ തന്നെ കവിതയാണ്, ഋതുഭേദം എന്ന് പറഞ്ഞൊരു കവിത. വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് ഇപ്പം എന്താ ഞാൻ പറയുക, പഠിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നായിരിക്കും, പക്ഷേ നമ്മൾ ചെന്നെത്തുന്ന മേഖല വേറൊന്നായിരിക്കും. അതിനി പോകെ പോകെ ഇതിൽ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയുടെയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെയും ഭാഗമായിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചത് ജേർണലിസമാണ്. PG ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷമാണ് എറണാകുളത്ത് പോയിട്ട് കേരള മീഡിയ അക്കാഡമിയിൽ, പണ്ടത് കേരള പ്രസ് അക്കാഡമിയാണ്,
അവിടെ നിന്ന് ജേർണലിസത്തിൽ PG ഡിപ്ലോമ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യ വിഷനിലാണ് ട്രെയിനി ആയിട്ട്, ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് അവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോളുണ്ടാവൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബ്രേക്ക് വെച്ചാൽ പിന്നീട് പ്രൊഫഷനിലേക്ക് എനിക്ക് പോകാൻ അപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ് പറ്റിയില്ല. ആ സമയത്ത് അച്ഛൻ്റെ ഒരു പ്രൊഡക്ഷൻ, ഒരു മൂവി നടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചു പോകുന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ എനിക്ക് അത് ടേക്കപ്പ് ചെയ്യേണ്ടി വന്നു ആസ് എ പ്രൊഡ്യൂസർ. അപ്പോൾ നയനം എന്ന് പറഞ്ഞൊരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. നമ്മുടെ മഞ്ചേരി പരിസരത്തൊക്കെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ സിനിമയുടെ ഭാഗമാവേണ്ടി വന്നു ആക്സിഡൻ്റലി. പിന്നെ ഇങ്ങനെ പോകെ പോകെ എന്താ പറയുക, ചാനലുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഫ്രീലാൻസായിട്ട് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരു 5-5.5 വർഷത്തോളം കേരള വിഷൻ എന്ന് പറയുന്ന ചാനലിൽ വെള്ളി നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ചാറ്റ് ഷോ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2012 തീർത്തും അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫ്രണ്ടാണ് സന്ദീപ് പാമ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹം സിഞ്ചാർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പിന്നെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ലോറി ഗേൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ ടൈറ്റിൽ ക്യാരക്ടർ, ആ ലോറി ഗേൾ എന്ന് പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാരക്ടറായിരുന്നു. അത് ചെയ്യാൻ ഒരു സാഹചര്യം വരികയും അത് ചെയ്ത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് അടക്കം 5 അവാർഡുകൾ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ സിനിമ കൂടുതൽ അവസരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഹസ്ബൻഡും ആക്ടിങ്, ഞാൻ പറഞ്ഞല്ലോ ആക്ടറാണ്, അപ്പോൾ അദ്ദേഹം എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അപ്പം ഞാനും കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മോളുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ എപ്പോഴൊക്കെ നോ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പം വീണ്ടും മോൾ ഇത്തിരി വലുതായപ്പോൾ 2 വർഷം മുന്നേ എനിക്ക് ന്യൂ നോർമൽ എന്ന് പറഞ്ഞിട്ട് റോഷൻ ആൻഡ്രൂസിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള മോനിഷ മോഹൻ മേനൻ, മോനിഷയുടെ ഫസ്റ്റ് വർക്കാണ് അത്. ന്യൂ നോർമൽ ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അതിലൊരു അമ്മവേഷം ചെയ്യാൻ സാഹചര്യം കിട്ടി. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇപ്പം കുറച്ച് അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. കുട്ടി സ്റ്റോറീസ് എന്ന് പറയുന്ന അവരുടെ കണ്ടന്റുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് വെബ് സീരീസും ഷോർട്ട് ഫിലിംസും ഒക്കെ പ്ലിങ്ക് സ്പോട്ട്, ഫൺ ഫ്ലിക്സ് അവർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്. സിനിമകൾ ഇപ്പം ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട്. ഇനി ചിലപ്പം നല്ല അവസരങ്ങൾ കിട്ടിയാൽ ഇവിടെ തുടരുമായിരിക്കും. മഞ്ചേരിയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അരികിഴായ അമ്പലത്തിൻ്റെ മുന്നിൽ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു കുടുംബ വീട് ആയിട്ട് ബന്ധപ്പെട്ട്, തറവാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു. അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെല്ലാം അരികിഴായായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഞാൻ 10th പഠിക്കുമ്പോൾ തന്നെ വേട്ടേക്കോട് ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണമൊക്കെ അടുപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ വേട്ടേക്കോടാണ് ഇപ്പോൾ വീടുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ശരൺ, അദ്ദേഹം പാലക്കാടുകാരനാണ്. പാലക്കാട് നല്ലിപ്പിള്ളി എന്ന് പറയും, ചിറ്റൂരടുത്തുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കാളിദാസ് പുതുമന സാഹിത്യകാരനാണ്, നാടകകൃത്താണ്. അമ്മ ഹൗസ് വൈഫാണ് ശാന്തിനി. ശ്യാമ നന്നായി പാടുകയൊക്കെ ചെയ്യും. അമ്മ നല്ലൊരു കലാകാരിയാണ്. അമ്മ പണ്ട് ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഉള്ളുരുക്കം എന്ന് പറഞ്ഞ ശ്യാമപ്രസാദ് ചെയ്ത ഒരു ഷോർട്ട് മൂവിയിൽ അമ്മ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ളത് ഒരു പെങ്ങളാണ് ഷെൽന വിജയ്. അവരും നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യും. അവരെ കല്യാണം കഴിച്ചിരിക്കുന്ന മേലാറ്റൂരിലേക്കാണ്. അവർക്ക് 2 മക്കളാണ്. അവരും സെറ്റിൽഡാണ്. NSS സ്കൂളിൻ്റെ ഭാഗമായതിനെ കുറിച്ചാണ്, അതാണല്ലോ കാര്യമായിട്ട് പറയേണ്ടത് അല്ലേ. 85 കേട്ടോ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ LKG പഠിച്ചിട്ടില്ല. LKG വീട്ടിൽ തന്നെ അമ്മയുടെ പഠിപ്പിക്കലായിരുന്നു. UKG ആണ് NSSലേക്ക് ആദ്യമായിട്ട് പോണത് 85. അതെന്താ വെച്ചാൽ അന്ന് നമ്മുടെ നാട്ടിൽ NSS മാത്രമാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം, ഒരു നല്ല സ്കൂൾ എന്ന് പറയാൻ. പിന്നെ KV ഒരു ചെറിയ ഓപ്ഷൻ വെച്ചിരുന്നു. പക്ഷേ അത് ദൂരമുണ്ട്, മലപ്പുറം വരെ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് NSS തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ കൂടുതലും ചെന്നൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും മാറി മാറിയാണ് നിന്നിരുന്നത്. പക്ഷേ സ്കൂളിൽ ചേർക്കാനൊക്കെ വന്നത് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും കൂടിയാണ്. അവരാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. തുടക്കത്തിലെ കുറച്ച് സമയം ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നാണ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സ്കൂളിലെ ആദ്യത്തെ ദിവസം അങ്ങനത്തെ ഓർമ്മയൊന്നുമില്ല. പക്ഷെ എനിക്ക് സ്കൂളെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യത്തെ ഓർമ്മ എൻ്റെ രാധാമണി ടീച്ചറാണ്. എന്താ പറയുക, പ്യുവർ വൈറ്റ് ഇട്ടിട്ട് എൻ്റെ മനസ്സിൽ ആദ്യം ഞാൻ കാണുന്ന അങ്ങനത്തെ ഒരാൾ എൻ്റെ ടീച്ചറാണ്. പിന്നെ ടീച്ചറുടെ ഒരു സ്നേഹവും പിന്നെ ആ സ്കൂളിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ശ്രീദേവി അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പുറത്തെ ക്ലാസ്സിൽ വിജയമ്മ ടീച്ചറായിരുന്നു. അപ്പം എന്താ പറയുക, ചെറിയ ചെറിയ ഓർമ്മകളാണ്. നഴ്സറി എന്ന് പറയുമ്പോഴുള്ള ഓർമ്മകളിൽ പിന്നെ നമ്മൾ മിഠായി പെറുക്കണത്, ബ്രെഡ് കടിക്കണത്, ഇതൊക്കെ ഓർമ്മയുണ്ട്. വലിയ കോമ്പറ്റീഷൻസ് ആണല്ലോ അന്ന്. പിന്നെ അമ്മ രാവിലെ ബാങ്കിലേക്ക് പോകുമ്പോൾ, അമ്മ അന്ന് മലപ്പുറത്താണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം എന്നെ ഇവിടുന്ന് ഒരു ഓട്ടോ അമ്മയുടെ അച്ഛൻ ഏർപ്പാടാക്കിയിട്ട് പോക്കരാക്ക അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ അവിടുന്ന് ബസ് കയറി ബാങ്കിൽ പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് വേറൊരു സുഖമുള്ള പരിപാടി എന്താണെന്നറിയോ, അന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ആണെന്ന് തോന്നുന്നു, ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിരുന്നത് ഹോസ്റ്റലിൽ നിന്നാണ്.
ഹോസ്റ്റലിൽ പിന്നെ ഡേ സ്റ്റുഡൻസിനും നമുക്ക് എന്തോ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു. അച്ഛൻ്റെ പെങ്ങളെ മോള് ഉണ്ട്, പ്രിയ സുരേഷ്. അപ്പം ചേച്ചി അവിടെയാണ് പഠിച്ചിരുന്നത്. അപ്പം അത് കാരണം എൻ്റെ ഫ്രണ്ട് ലുലുവിൻ്റെ ചേച്ചി, മിന്നു ചേച്ചി, ഇവരൊക്കെ അവിടെ പഠിച്ചിരുന്നുണ്ട്. അപ്പം ഞാനും പ്രിയ ചേച്ചിയൊക്കെ അവിടെയാണ് കഴിച്ചത്. നമ്മുടെ ഒരു പ്ലേറ്റും ഗ്ലാസ്സൊക്കെ അവിടെ സെറ്റായിരിക്കും. ഉച്ചയാകുമ്പോൾ ചോറ് വിളമ്പിത്തരും, നമ്മൾ കഴിക്കുക. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. 1ാം ക്ലാസ്സിലെ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഓർമ്മ ഗിരിജ ടീച്ചറായിരുന്നു, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറെ ഓർമ്മയുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ അന്ന് തൊട്ടുള്ള കുറേ ഫ്രണ്ട്സൊക്കെ പിന്നീടും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ശ്രീബാല അവളെൻ്റെ നല്ല ഫ്രണ്ടാണ്. പിന്നെ ശ്രീജിത്ത് ഇപ്പം പോലും എന്നെ പറഞ്ഞ് കളിയാക്കൂട്ടോ. എന്താ അറിയോ, ഇവന് ഞാനും ഒരുമിച്ച് അരയിഴായ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് ചില ദിവസം വയ്യാതെയായിട്ട് സ്കൂളിൽ പോകാതിരുന്ന അവൻ്റെ അമ്മ വരും നോട്ട്സ് എഴുതിയെടുക്കാൻ. ആൻറ്റി എൻ്റെ നോട്ട്സ് നോക്കി നോട്ട്സ് എഴുതും, ഞാനും ഇവനും കൂടി കളിക്കുകയായിരിക്കും. അപ്പോൾ ഇവൻ ഹൈറ്റ് ഇല്ല, ചെറുത്. അപ്പം നാളെ അവൻ പറയണ്ടായിരുന്നു, റാണി എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടില്ല. ശരിയാണ്, ഞാൻ എടുത്തുകൊണ്ട് ഓടി നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ കുറേ. പിന്നെ അധികവും ഫ്രണ്ട്സും ഒക്കെ ഫാമിലി ആയിട്ടും ഒക്കെ വളരെ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം എല്ലാവരുമായിട്ടുള്ള ഒരു അടുപ്പം എന്നും ഉണ്ടായിരുന്നു. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കേട്ടോ അച്ഛൻ്റെ സിനിമ ശാന്തം ഭീകരം എന്ന് പറയുന്ന രാജസേനൻ സേനകൾ ഡയറക്റ്റ് ചെയ്ത പടം റിലീസാവണത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അച്ഛൻ എന്ന് പറയുന്ന നടനെക്കുറിച്ച് അഭിമാനിക്കാൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം എനിക്കിങ്ങനെ നമുക്ക് അറിയുന്നൊരു ജോലിയല്ലല്ലോ. അപ്പോൾ ഇതെന്താ ഈശ്വര, എനിക്ക് പറയാനൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷെ അന്ന് ആ പടം റിലീസായപ്പോൾ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മിഠായിയൊക്കെ വാങ്ങിത്തന്ന് ഞാനിങ്ങനെ സങ്കോചത്തോടെ എല്ലാ ക്ലാസ്സിലും കൊണ്ട് നടന്നതൊക്കെ എനിക്ക് ആ ഒരു കാലത്ത് ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്താ പറയുക, ഡാൻസ്, പാട്ടൊക്കെ അല്ലേ. പാട്ടിൻ്റെ ഒരു കാര്യം പറയാം. 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്, സ്കൂളിലൊരു പാട്ട് മാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. അപ്പം എൻ്റെ അമ്മ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി മാഷെടുത്ത് കൊണ്ടുപോയിട്ട് അമ്മ പറഞ്ഞു, മാഷ കാല് തൊട്ട് തൊഴൂ എന്ന് പറഞ്ഞപ്പോൾ കാല് തൊട്ട് തൊഴാൻ മടിയായതുകൊണ്ട് ഞാൻ തിരിച്ചോടി വന്നു. അതെന്തിനാന്ന് എനിക്ക് ഇന്നും അറിയില്ല. കാരണം ഇന്നും ഞാൻ ആളുകളുടെ കാല് തൊടുന്ന ഒരാളാണ്. പക്ഷെ അന്ന് എന്തായിരിക്കും മനസ്സ് പോയതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രാണി ടീച്ചർ, നിലമ്പൂരുള്ള, അവരാണ് എന്നെ ആദ്യം ഡാൻസ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ മോഹന മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വനജ ടീച്ചർ സ്കൂളിൽ കുറച്ച് കാലം, അത് കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെത്തിയതിന് ശേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസിലൊക്കെ പറഞ്ഞാൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് അരങ്ങേറ്റമൊന്നും കഴിഞ്ഞ ഒരാളല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല. പാട്ടാണെങ്കിലും ലൈറ്റ് മ്യൂസിക്കൊക്കെ പാടാറുണ്ട്. ഒരു വർഷം എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. പിന്നെ എന്താ പറയുക, ഡാൻസിനൊക്കെ വേണ്ടി ഞങ്ങൾ പുറത്ത് സബ് ജില്ലയിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ, തിരുവാതിരക്കളി അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നടൻ്റെ മകളായതുകൊണ്ട് താരപരിവേഷം അങ്ങനെയൊന്നുമില്ല. മേ ബി അവരൊക്കെയും എന്താ പറയുക, അച്ഛൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ സ്വന്തം കുട്ടികളെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ലുലു ആണെങ്കിലും ഷൈമയാണെങ്കിലും ശ്രീബാലയാണെങ്കിലും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അച്ഛനുമായിട്ട് ഒരു മെമ്മറി എനിക്ക് പറയാനുള്ള പോലെ തന്നെ അവർക്കും പറയാനുണ്ടാവും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നൊക്കെ ചില കുട്ടികൾ പറയും, അന്ന് നീ ഇങ്ങനെ ഒരാളുടെ മോളാണല്ലോ എന്നുള്ളത് ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു, മേ ബി ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ പ്രായം അതല്ലല്ലോ, അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു പ്രായവും അല്ല നമുക്ക്. പിന്നെ സ്കൂളിൽ ഞാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു സാധാരണ എല്ലാ കുട്ടികൾക്കുള്ള മാത്രം പ്രിവിലേജസ് ഒക്കെ കിട്ടിയ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അയ്യോ പ്രധാന അധ്യാപകരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അത്രയും കുഴഞ്ഞു പോട്ടോ. ഇല്ല, പക്ഷെ എനിക്ക് കുറുപ്പ് സാറിന് നേരിയ ഓർമ്മ, രാമചന്ദ്രൻ സാറിന് ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ ഒരു നല്ല ഹൈറ്റായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു സാർ ഉണ്ടായിരുന്നല്ലോ, ആ സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പത്മനാഭൻ സാറിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറ് ഭയങ്കര ഒരു വല്ലാത്തൊരു അടുപ്പം. നമ്മൾ വലിയൊരു ക്ലാസ്സിലേക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം സാറിനോട് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയിരുന്ന ഒരാളാണ്. എനിക്ക് പൊതുവേ പഴയ സ്കൂളുകളുടെ രീതികളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാട്ടോ, അതും കൂടി പറയട്ടെ. നമ്മുടെ സ്കൂളിന് കുഴപ്പമില്ല, കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഇങ്ങനെ ആയിരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ആയിരിക്കണം കുട്ടികളോട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പം എൻ്റെ മോളുടെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് കൊതിയാവും, ഞാൻ മോളോട് പറയും ഞാനും കൂടി ഇവിടെ വന്ന് ചേരട്ടെ എന്ന്. കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ച രീതിയിലാണ് ഇന്നൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം പോണത്. നമുക്കൊക്കെ അത് ഏകദേശം കുറച്ചൊക്കെ കിട്ടിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അതിന് അങ്ങനെ എടുത്ത് പറയുമ്പോൾ പറയേണ്ടുന്നതിൽ എനിക്ക് ജ്ഞാനവല്ലി ടീച്ചറെ പറയണം. എനിക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരാളാണ്, എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ടീച്ചർ. പിന്നെ സദാശിവം സാറും ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനെ പോലെ, എന്നാൽ മേ ബി വീട്ടിലും കൂടി അടുപ്പുള്ളത് കൊണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞ പോലെ പത്മനാഭൻ സാറുണ്ട്. ടീച്ചേഴ്സിൽ എനിക്ക് ഫിസിക്സ് ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു ലേഖ ടീച്ചർ. അത് എന്താ വെച്ചാൽ ഞാൻ ഒരു 9th ഒക്കെ ആയപ്പോൾ എനിക്ക്
ഈ ഗ്രോയിങ് പെയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് കുറേ ഹെൽത്ത് ഇഷ്യൂസും ക്ലാസ് മിസ്സാവില്ല അങ്ങനെ കുറേ കാര്യമൊക്കെ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. വിജയ ടീച്ചറുണ്ട്. വിജയലക്ഷ്മി ടീച്ചർ സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും അതിൽ കൂടി നമുക്ക് തരുന്നൊരു ബോണ്ടിങ്ങും സ്നേഹവും തീർച്ചയായിട്ടും ഉണ്ട്. സുജാത ടീച്ചറുണ്ട്, നിർമ്മല ടീച്ചർ, PT ടീച്ചറും ഉണ്ട്, മറ്റേ ടീച്ചറും ഉണ്ട്, നമ്മുടെ ഹിന്ദിയുടെ നിർമ്മല ടീച്ചർ. അങ്ങനെ ഓർത്തോർത്ത് പറയാം കേട്ടോ. ഇവരെക്കാളൊക്കെ ഉപരി പക്ഷേ എനിക്ക് NSS സ്കൂളിൽ ഇപ്പോൾ വിനോദ് സാർ ഉണ്ട് കേട്ടോ, വിനോദ് സാർ ഉണ്ട്. പിന്നെ സുരേഷ് സാർ ഒരു ഇൻഫ്ലുവൻസ് തന്നെയായിരുന്നു. അത് പല കാര്യങ്ങളിലും. അത് നാളിപ്പോൾ സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ എനിക്ക് സ്കൂളിനെ പറ്റി പറയുമ്പോൾ പിന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു പേരാണ് മലയാളം പഠിപ്പിച്ചിരുന്ന ലേഖ ടീച്ചർ. ലേഖ ടീച്ചർ എനിക്ക് തോന്നുന്നു 2 വർഷം കണ്ടേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. 5 6 ആണോ 6 7 ആണോ അങ്ങനെ എന്തോ. ഇങ്ങനെ മുടിയൊക്കെ ഒതുക്കി കെട്ടി വലിയ കറുത്ത വട്ടപ്പൊട്ടൊക്കെ ഇട്ടിട്ടാണ് ടീച്ചർ വരിക. ടീച്ചറോടുള്ളൊരു ഇതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ കവിതകൾ ചൊല്ലുന്നത് കേട്ടിട്ടാണ് കവിതയെ സ്നേഹിക്കാൻ പഠിച്ചത്. സത്യം പറഞ്ഞു വായന ചെറുപ്പം മുതലേ കൂടെയുണ്ട്. അത് അമ്മയുടെ അച്ഛനും ഉള്ളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തൊരു കാര്യമാണ് വായന. പക്ഷേ ടീച്ചറാണ് കൂടുതൽ നമുക്ക് മലയാളം എന്ന് പറയുന്ന ഒരു കാര്യത്തോട് നമ്മൾക്ക് സ്നേഹം വളർത്തിയത് തുടക്കത്തിൽ ലേഖ ടീച്ചറാണ്. അപ്പോൾ പിന്നീട് ഞാൻ എഴുതിയൊക്കെ തുടങ്ങിയത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ യൂണിറ്റി കോളേജിൽ പോയതിന് ശേഷമാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് ലൂലു, അവൾക്കാണ് എന്നേക്കാൾ പല കാര്യങ്ങളും മെമ്മറി കൂടുതൽ. അപ്പോൾ അവൾ എന്നോട് പറയും, ലേഖ ടീച്ചർ പറഞ്ഞിരുന്നു നിൻ്റെ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ട് ഭാവിയിൽ റാണി എഴുത്തിലേക്ക് വരും, അവിടെ ശോഭിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രണയപ്പച്ച എന്ന് പറയുന്ന ഒരു പിന്നെ ഷോർട്ട് പോയംസിൻ്റെ കളക്ഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ടീച്ചറെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ടീച്ചർക്ക് കൊടുക്കണം ആദ്യം അതിൻ്റെ ആദ്യത്തെ കോപ്പി എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അന്ന് എനിക്ക് ടീച്ചറെ കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മുടെ അലംനിയൊക്കെ വന്നതിന് ശേഷം ഞാൻ ടീച്ചറെ തപ്പിപ്പിടിച്ചെടുത്തു. അതിപ്പോൾ പറയുകയാണ്. കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ 4-5 പേരൊന്നും അല്ല ഉള്ളൂ കേട്ടോ. അല്ലാതെയും കുറേ ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടവർക്ക് വിഷമം വരുന്ന അവസ്ഥയാവും. ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ ക്ലാസ് ഗ്രൂപ്പും കൂടി ആയതിനു ശേഷം കുറേ പേര് പണ്ടൊന്നും മുഖത്ത് നോക്കി പോലും ചിരിക്കാത്ത ആൾക്കാർ വരെ ഞങ്ങളിപ്പോൾ കണക്റ്റഡാണ് കുറച്ച് കൂടുതൽ. അപ്പോൾ അതൊരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തു നിന്ന് ധന്യ എത്തിയ ഒരു പൊസിഷൻ, അതൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ എന്താണ് ശ്രീകാന്ത് VP, ശ്രീകാന്ത് നായർ, അവൻ ഒരു കവി എന്ന രീതിയിലൊക്കെ ഒരുപാട് എഴുത്തും കാര്യങ്ങളും. ഇപ്പോൾ അവനൊരു സിനിമയിൽ പാട്ട് എഴുതി അവൻ അതിലേക്കും വരുന്നു. ഷായർ മുഹമ്മദ് അലി, ഇവരെയൊക്കെ എടുത്തു പറയണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമേഖലയിൽ അവരൊരു സ്പേസ് ഇങ്ങനെ മെല്ലെ കണ്ടെത്തി തുടങ്ങി. ഷായർ വിനീത് ശ്രീനിവാസനെ വെച്ച് പിന്നെ ക്യാൻസർ അവയർനെസ് ആയിട്ട് അതിജീവനം എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെയും പറഞ്ഞ പോലെ ദൈവം സഹായിച്ചാൽ ഉടനെ തന്നെ സിനിമയിൽ നമ്മൾ അവൻ്റെ പേര് കണ്ടു തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കൂൾ അതുപോലെ ഇപ്പോൾ ഡോക്ടർ അനൂപ് ഒരുപാട് സാമൂഹ്യപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ജോലിയുടെ ഒരു റിയൽ എസൻസ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഹേമ, വനേസ, റഹിയ, റിഷ്മ, രഹന, ഞാൻ എല്ലാവരെയും പറയാൻ ഷോണിമ, കുറേ പേരുണ്ട്. ആരുടെയൊക്കെ പേരാ വിട്ടുപോകണമെന്ന് എനിക്കറിയില്ല. മൃദുലുണ്ട്, കുട്ടൻ, തുഷാർ, സച്ചിൻ, രാംജിത്ത്, ഷംജിത്ത്, മുജിമോൻ. എനിക്ക് വലിയൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ചെറിയ പ്രായം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. റഹ്മാനേട്ടൻ്റെ കാര്യം. റഹ്മാനേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഴവിൽ മനോരമയുടെ കഥ ഇതുവരെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റും റിസർച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഹ്മാനേട്ടനെ അതിലേക്കൊന്ന് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്താൻ വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഞാൻ മീറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു NSS പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും പഠിച്ചിട്ടുണ്ട് 1 വർഷം അവിടെ. പിന്നെ റഹ്മാനേട്ടൻ അങ്ങോട്ട് ഊട്ടിയിലേക്ക് പോയല്ലോ, ബോർഡിങ് സിസ്റ്റത്തിലേക്ക് പോയി. അപ്പം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ 1 കൊല്ലം അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ 2 സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ഒന്ന് ഇന്ദ്രാണി ടീച്ചർ റഹ്മാനേട്ടൻ്റെയും ഡാൻസ് ഗുരുവാണ്. NSS സ്കൂളും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കോമൺ അത് നമുക്കിങ്ങനെ പറയാനൊരു സന്തോഷമാണല്ലോ. അവരൊക്കെ ഒരുപാട് ഹൈറ്റ്സിലെത്തി നിൽക്കണമായതുകൊണ്ട് അങ്ങനെയാണ് ഒരു കാര്യം സംസാരിച്ചതുണ്ടായത്. സ്കൂള് ഞാനൊക്കെ പഠിക്കാൻ തുടങ്ങിയ കാലത്ത് സ്കൂള് ഓടിട്ട കെട്ടിടങ്ങളാണല്ലോ. ഈ ഞങ്ങളുടെ നഴ്സറി ഒരു സെക്ഷൻ, പിന്നെ 10ാം ക്ലാസ്സും വലിയ ക്ലാസ്സുകളൊക്കെ ഓടിട്ട ബിൽഡിങ്ങുകളാണ്. ഇത്രയും ഇന്നത്തെ സ്കൂളിൻ്റെ ലെവലിലേക്കുള്ള ബിൽഡിങ്സും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ NSS സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രൗഢി തന്നെയാണ്. NSSൽ പഠിക്കുക, NSSൽ പഠിച്ചു എന്നൊക്കെ പറയണത് ഒരു മാർക്ക് പോലെയാണ് കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് സ്കൂളുകളായി, നമുക്ക് ചോയ്സുകളായി. അന്ന് പിന്നെ അങ്ങനെ അല്ല. അപ്പം ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ സതീഷ് സാറെ ഒന്നും മറക്കാനേ പറ്റില്ല. സാറൊക്കെ തന്നിട്ടുള്ള ബേസൊക്കെ തന്നെയായിരിക്കും നമ്മളെ പിന്നീട് കൂടുതൽ അതിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യാം. അപ്പം എന്താ പറയുക, നല്ല ഓർമ്മകൾ മാത്രമാണ്.
ഇംഗ്ലീഷിലേക്ക് ഒരു താല്പര്യം വന്നത് പറഞ്ഞാലേ സ്കൂൾ പഠിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോൾ തൊട്ടൊരു IASനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പോവില്ല എന്നുള്ള ഇത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെ അതിന് പറ്റിയതല്ലാന്ന് തോന്നണോണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഇത് സിവിൽ സർവീസ് ട്രൈ ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പേഴ്സണലി. കോച്ചിങ് സെൻറ്റർ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇന്നത്തെ പോലെ ഇങ്ങനെ അത്രയ്ക്ക് ഈസി ആയിട്ട് ഒരുപാട് പേർക്ക് IAS കിട്ടുക അല്ലെങ്കിൽ ഇത് കിട്ടുക സിവിൽ സർവീസ് കിട്ടുക എന്നുള്ളൊരു അവസ്ഥ ആയിരുന്നില്ല അന്ന്. അങ്ങനെ അത് ഒരു വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി പക്ഷേ ഞാൻ പഠിച്ചത് മേഴ്സി കോളേജിലാണ്, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അന്നേ ഞാൻ പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻട്രൻസ് ഒന്നും എഴുതില്ല, അത് പ്രതീക്ഷിക്കേ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാൻ ആകെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ലോ ആണ്. പക്ഷെ അത് അന്നത്തെ ഈ പിന്നെ ഗവൺമെൻറ് ലോ കോളേജിനെ കുറിച്ചൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് പേടിച്ചിട്ടാ തോന്നുന്നു അച്ഛൻ ബാക്കി എന്ത് ആഗ്രഹത്തിനും കൂടെ നിൽക്കും, ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമായിരുന്നു അന്ന്. അപ്പം എനിക്ക് അത് വിടേണ്ടി വന്നു. അപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ആരത്തി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിലുണ്ടായിരുന്ന ചേച്ചി. അതുപോലെ ഒരു മീന മിസ് ഉണ്ടായിരുന്നു. മേ ബി അവരെ മീന മിസ്സിൻ്റെ ക്ലാസ്സിലിരുന്നിട്ടും ആരതി ചേച്ചിയൊക്കെ കണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഫിക്സ് ചെയ്തിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്താൽ മതിയെന്ന്. അങ്ങനെയാണ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. യൂണിറ്റി കോളേജിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ PG വിക്ടോറിയയിൽ ചെയ്തു, പാലക്കാട്. അത് കഴിഞ്ഞ് ജേർണലിസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് പോയിട്ട് ജേർണലിസം PG ഡിപ്ലോമ ചെയ്തു. പിന്നെ MPhil ഒക്കെ ചെയ്ത് PhD ചെയ്യുക, ആ രീതിയിൽ ഒരു അക്കാഡമിക് ഒരു സ്വപ്നമൊക്കെ വെച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ അച്ഛൻ മരിച്ചുപോയത് ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, അത് പിന്നെ എവിടെയെങ്കിലും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി മാറുന്നു. നമ്മൾ അതിലേക്ക് കൂടുതൽ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഡൈവേർട്ടായി ഇങ്ങനെ ആയിപ്പോയി. യൂണിറ്റി കോളേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറത്തെടുത്തിട്ടത് യൂണിറ്റി കോളേജാന്ന് പറയേണ്ടി വരും. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണല്ലോ അതിനൊരു എന്താ പറയുക, ഒരു തിളക്കുണ്ടാവുക. അപ്പം ഞാൻ എഴുത്തിൽ ആണെങ്കിലും നല്ല രീതിയിൽ സ്പീച്ചുകൾ കൊടുക്കാൻ തുടങ്ങിയതും പിന്നെ ഡ്രാമയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് ആവുന്നതൊക്കെ യൂണിറ്റി കോളേജിൽ നിന്നാണ്. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഞാനെന്ന വ്യക്തിയെക്കുറിച്ച് പറയാനുള്ള മാക്സിമം കാര്യങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി കോളേജാണ്. ഞാൻ അവിടെ ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ എന്തിനാണ് ഈ മിഥുനിരുന്ന് പറയിപ്പിക്കണം എന്നറിയോ, ഞാൻ എൻ്റെ ഏട്ടനെ പരിചയപ്പെട്ടതിൽ എത്തിക്കാനാണ്. അതങ്ങോട്ട് പറഞ്ഞാൽ തീരുമല്ലോ പ്രശ്നം. അപ്പോൾ ചെയർപേഴ്സൺ ആയ സമയത്ത് ഏട്ടൻ ഗസ്റ്റിനെ കൊണ്ടുവരണം, അച്ഛൻ ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് സിനിമയിൽ തന്നെ ആരെങ്കിലും വേണമെന്ന് കുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പരിചയമുള്ളപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയിൽ എൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സുധീഷ് ഏട്ടനാണ്. അന്നും ഇന്നും സുധീഷ് ഏട്ടൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സുഖമാണല്ലോ, ഞാൻ സുധീഷ് ഏട്ടനെ കൊണ്ടുവന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന ആളെ കൊണ്ടുവരണം. അപ്പോൾ ഇദ്ദേഹത്തെ ആണെങ്കിൽ എനിക്ക് നേരിട്ട് പരിചയമില്ല. അപ്പം ഞാൻ ഒരു റൈറ്റർ ഉണ്ട് CR ചന്ദ്രൻ, അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. അങ്ങനെ ചന്ദ്രേട്ടനോട് പറഞ്ഞ് ഏട്ടനെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ഏട്ടൻ വന്നു പോയതിന് ശേഷം പിന്നീട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി ഒരു പോയിന്റിൽ എന്നാൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചാലോ ഇങ്ങനെ ഉള്ളൊരു ചോദ്യം വന്നു. അങ്ങനെ ഞങ്ങളിതാ ജീവിക്കണു. മോൾക്ക് 17 വയസ്സാവണു. ഇല്ല, സ്കൂളിൽ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഫ്രണ്ട്സൊക്കെ ഇടയിൽ മീറ്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ ഫ്രണ്ട്സിനെ പലരെയും കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറ് ഷായറിനെയാന്ന് തോന്നുന്നുണ്ട്. അവൻ ഈ സിനിമയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യമൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ കാണും. പറ്റുന്ന ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നിജിന, കുറേ പേരെ, ഇപ്പം അടുത്ത് ഷൈമയെ കണ്ടു. അപ്പം പറ്റുമ്പോൾ ഒക്കെ ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനും കാണാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഷോണിമ എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികവും കാണും, പറ്റുമ്പോൾ ഒക്കെ ഒരുമിച്ചിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ബാക്കി ഈ ഫോണിൽ കൂടെയുള്ള കോണ്ടാക്റ്റുകളാണ് കൂടുതലും. അധ്യാപകരിൽ ഇനി ആദ്യം പോയി കാണേണ്ടത് എനിക്കറിയാം വിനോദ് സാറിനെയാണ്. സാറ് പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണമെന്നുള്ളതുകൊണ്ടും അപ്പോൾ അദ്ദേഹത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും കുറച്ച് സ്ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേഖ ടീച്ചറെ കണ്ടെത്തിയത് കൊണ്ട് ഇനി എനിക്ക് ലേഖ ടീച്ചറുടെ കയ്യിൽ നേരിട്ട് കൊണ്ടുപോയി എനിക്ക് ആ പുസ്തകം ഏൽപ്പിക്കണം. ഇനി ഞാൻ എന്ത് എഴുതുന്നുണ്ടെങ്കിലും അത് ലേഖ ടീച്ചറുടെ ആ തുടക്കത്തിലുള്ള എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വായനാശീലം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് അമ്മയുടെ അച്ഛനും ഒക്കെയാണ് വായനയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഇപ്പോഴും അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ ഇപ്പം ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോഴാണെങ്കിലും ഹസ്ബൻഡ് അച്ഛൻ നല്ലൊരു വായനക്കാരനും എഴുത്തുകാരനും ഒക്കെ ആയതുകൊണ്ട് അതും ശരിക്കും വളരെ സപ്പോർട്ടീവായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞാൻ വായന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ വെള്ളം കുടിക്കും.
കാരണം പല കാരണങ്ങൾ കൊണ്ട് പല എഴുത്തുകാരെ ഇഷ്ടമാണ്, പല പുസ്തകങ്ങളും ഇഷ്ടമാണ്. പിന്നെ നമ്മളെ സ്വാധീനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത വ്യക്തി അത് പറയുമ്പോഴും ബുദ്ധിമുട്ടും. കാരണം പല ആളുകളിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ടാണ് ഇൻസ്പിറേഷൻസ് എടുക്കാറ്. അത് ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്നെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മോളിൽ നിന്ന് വരെ ഞാൻ ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട്. എനിക്ക് കറക്ഷൻസ് വരുത്തേണ്ട സാധനം തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് കാരണം അങ്ങനത്തെ ഒക്കെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കവിത അല്ലാതെ പിന്നെ പാട്ട് എഴുതിയിട്ടുണ്ട്. പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞിട്ട് അറിയുണ്ടാവും, കണ്ടൻസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് അറിയുണ്ടാവും. കാർത്തിക്കാണ് അതിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഒരു പ്രാവശ്യം ഓണവും പെരുന്നാളും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാവശ്യം ഓണപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ആൽബം സോങ് അവൻ നിർബന്ധിച്ച് കുത്തിപ്പൊക്കി എഴുതിപ്പിച്ചതാണ്. പിന്നെ അവൻ്റെ തന്നെ ബിറ്റർ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മയെക്കുറിച്ചുള്ള ഒരു ഇതിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയാൻ ഒരു സിനിമ പോലീസ് ജൂനിയർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ മധു ബാലകൃഷ്ണൻ എഴുതിയ മധുവേട്ടൻ പാടിയൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങനത്തെ അവസരങ്ങളൊന്നും വന്നിട്ടില്ല. വന്നാൽ ഇനിയും ഒരു കൈ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ബുക്ക്. 50 കുഞ്ഞു കവിതകളാണ്. പ്രണയം, വിരഹം, പിന്നെ നമ്മളിങ്ങനെ കേൾക്കണ ഒന്നു ആത്മഹത്യ ചെയ്തെന്നൊക്കെ കേൾക്കില്ലേ പ്രണയത്തിൻ്റെ പേരിൽ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ബുക്കായിട്ട് ഇറങ്ങിയത്. അപ്പം വീണ്ടും ഞാൻ ലേഖ ടീച്ചറെ ഓർക്കുകയാണ്. പ്രണയപ്പച്ച ഉണ്ടായത് ഭയങ്കര രസമാട്ടോ. ശരിക്കും വേറൊരു ബുക്ക് എഴുതാൻ ഒരു പബ്ലിഷർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വന്ന് നമ്മളാകെ ഷോകടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ഇന്ന് കവിതയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പം എൻ്റെ അമ്മാവൻ്റെ മോളുണ്ട് നിവേദിത. അപ്പം നിവയാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ മിറാക്കിൽ, ഇപ്പം മിറാക്കിലാണ്, അന്ന് മിറാക്കി എന്നാണ് ആ ആപ്പിൻ്റെ പേര്, അതിലിങ്ങനെ എഴുതിയിടൂ ചെറിയ ചെറിയ കവിതകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിടാൻ തുടങ്ങി. അപ്പം നമ്മുടെ TP രാജീവൻ അങ്കിളിൻ്റെ പ്രണയശതകം എന്ന് പറഞ്ഞിട്ട് 100 പ്രണയ കവിതകളുടെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് എനിക്ക് തന്നിട്ടുണ്ട് അങ്കിൾ. അപ്പോൾ അത് കയ്യിൽ കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ഇൻസ്പിറേഷനായി, അങ്ങനത്തെ കുഞ്ഞു കവിതകൾ എഴുതി നോക്കിയാലോ. അപ്പോൾ ഈ പബ്ലിഷറുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇപ്പം എത്ര എണ്ണമായി ചോദിച്ചു. അപ്പോൾ അന്നൊരു 40-45 ആയിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ എന്ന് 100 ആവുമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ, അന്ന് ആദ്യം ആ ബുക്ക് ഇറക്കിയാലോ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ പ്രണയപ്പച്ച ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ അനന്തപത്മനാഭൻ, പത്മരാജൻ സാറിൻ്റെ മോൻ പപ്പേട്ടനെ ഞാൻ ഈ കവിതകൾ അയച്ചു കൊടുത്ത് പപ്പേട്ടൻ ആണ് എനിക്ക് അവതാരികയൊക്കെ എഴുതി തന്നത്. മോളാണ് കേട്ടോ ഈ 50 കവിതകൾക്കും ചിത്രങ്ങൾ വരച്ചത്. ഞങ്ങളുടെ മോള് കൺമണിയാണ്. അതാണ് ഈ ബുക്കിൻ്റെ പ്രാധാന്യം, എന്നെ സംബന്ധിച്ച് പ്രാധാന്യം. പിന്നെ നമ്മുടെ ആലുമിനി മീറ്റ് വരുന്നുണ്ട്. വരണം എന്നും എല്ലാവരെയും കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം. മാക്സിമം ശ്രമിക്കും. പിന്നെ വെറുതെ ഒരു ഇതിൽ പറയുന്നതല്ല, നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ് അതിലെ മെയിൻ പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ മോള് ഇപ്പോൾ 12th ആയതുകൊണ്ട് അവളുടെ എക്സാംസ് നടക്കുക, അല്ലെങ്കിൽ അവൾക്ക് ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ എനിക്കും എറണാകുളം വിടൽ ബുദ്ധിമുട്ടാവും. പക്ഷെ എന്നാലും പറ്റുമെങ്കിൽ വരും, കൂടുതൽ പേര് ഇതിലേക്ക് വരണം. നമ്മളൊരു എന്തൊരു സ്ട്രെങ്ത് ഉള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരുത്തരും അവനവൻ്റെ മേഖലയിലൊക്കെ മികച്ച് നിൽക്കുകയാണ്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സ്റ്റാർസാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ തന്നെ സ്കൂളിന് ഒരു വേറെ രീതിയിലേക്ക്, വേറെ തലത്തിലേക്ക് അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇത്രയും നേരം എന്താ പറയുക, നിങ്ങളോടൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തരം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ അതൊക്കെ നേടിയെടുക്കാനും നല്ല രീതിയിൽ എന്ത് കാര്യങ്ങളെയും നേരിടാനും വളരെ പോസിറ്റീവായിട്ട് നമ്മളെ മറ്റൊരാൾ നോക്കുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല പാഠം ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ